ഞങ്ങളിന്ന് ഒരിക്കൽ കൂടെ ഈരാറ്റിൻപുറത്തേക്ക് വന്നു. കഴിഞ്ഞ വർഷം വന്നതിനേക്കാളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു നടപ്പാതയുണ്ട്, നല്ല സുന്ദരമായൊരു നടപ്പാത. ഇതേ കാണുന്നുണ്ടോ, പാറ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വീഴുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. നെയ്യാർ നദിയാണ്. ഒരു വർഷം കൊണ്ട് ഈരാറ്റിൻപുറത്തിനുണ്ടായ മാറ്റമാണ്. ഇവിടെ കണ്ടോ, ഒരു സെക്യൂരിറ്റി റൂമൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പാർക്കിംഗ് സ്പേസാണ്. ഇവിടെ ഇപ്പോൾ 2 ബൈക്കുകളുണ്ട്. ഒന്ന് ഞങ്ങളുടേത്, പിന്നെ ഒരു സ്കൂട്ടർ. പിന്നെ അത് മുന്നിലങ്ങോട്ട് ആ ബെഞ്ചിട്ടിരിക്കുന്നതിൻ്റെ അപ്പുറം നദിയാണ്. ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. പിന്നെ അത് ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട്. ഇത് അറിയാമല്ലോ, നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു, അതായത് കംഫർട്ട് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബോർഡൊന്നും എന്താ പറയുക, ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് ശരിക്കും ഇവിടെ നിന്നൊരു നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നെയ്യാറിൻ്റെ. കണ്ടോ, വൈകുന്നേരം സമയം അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ശ്രദ്ധിച്ചിറങ്ങേ. പണ്ട് 2 തവണ വന്നിട്ടുണ്ട്. ഇവിടെ പാറയിലേക്ക് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര തെന്നുന്ന ഒരു ടൈപ്പ് പാറയാണ്. എവിടെ കാല് വെച്ചാലും തെന്നും, അത് ഉറപ്പാണ്. വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നടക്കാനേ പറ്റില്ല. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഭയങ്കര വെള്ളമായിരുന്നു. എവിടെ കാല് വെച്ചാലും വെള്ളവും ഈ തെന്നുന്ന പാറകളും. പറ്റില്ല നമുക്കത് ഇവിടെ നടന്നു വരാം. ഇപ്പം തന്നെ ഞാനൊരു തെന്നി വീഴുമായിരുന്നു. അത്ര ഇതാണ്. ഞാൻ പിന്നെ ശ്രദ്ധിച്ച് നടക്കും. ഒരു എന്താ പറയുക, ഒരു കളർ ഇങ്ങനെ ചേർന്ന്, ഒരു ബ്രൗൺ പോലത്തെ ലൈറ്റ് ബ്രൗൺ കളറും പാറയും കൂടെ ചേരുമ്പോഴാണ് ആ തെന്നന പാറ. ഇവിടെ മുഴുവൻ ആൾക്കാരെ തന്നെ. പണ്ട് വന്നപ്പോൾ ആൾക്കാരേ ഇല്ല, ഇപ്പൊ ഇവിടെ മുഴുവൻ ആൾക്കാരെ തന്നെ. ഉയരമുള്ള ആ പാറ ഉണ്ടോ അവിടെ, അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി ഇരിപ്പുണ്ട്. അങ്ങോട്ട് പോകാൻ വഴി ഉണ്ടാവണം. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കും. ഇതുവരെ അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. നദി ഒഴുകി വരുന്നുണ്ടോ, നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഇപ്പോൾ സൺലൈറ്റ് ശരിക്കും ഓപ്പോസിറ്റാണ്, അത് കാരണം എങ്ങനെയാണ് കാണുന്നതെന്നറിയില്ല. ശരിക്കും കണ്ണുകൊണ്ട് നമുക്കിതൊക്കെ നല്ല രീതിയിൽ കാണാം. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഒഴുക്കാണ്. അപ്പോൾ ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞത് നദി ക്രോസ് ചെയ്യാൻ ശ്രമിക്കേണ്ട, കാരണം നല്ല ഒഴുക്കുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വന്നിട്ട് അങ്ങ് താഴെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ കുത്തനെ അങ്ങ് താഴെ പോയിട്ട് അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് പിന്നെ നദി ഒഴുകി പോകുന്നത്. ഞങ്ങളാ ഉയരമുള്ള പാറപ്പുറത്ത് കയറാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇതിലേ പോയിട്ട് പാറയുടെ പുറകു പോയി അങ്ങനെ കയറാമെന്നാണ് ഇപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിവിടുത്തെ ആളാണ്, കുളിക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യൻ.
ശ്രദ്ധിച്ചു വരണേ. നല്ല ബുദ്ധിമുട്ടാ കേറാൻ. കുത്തനല്ലേ കേറണത്. ഞങ്ങളങ്ങനെ ആ ഉയരമുള്ള പാറയുടെ മുകളിൽ കയറി. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, സൂപ്പർ. ശരിക്കും ഞങ്ങൾ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ പാറയുടെ മുകളിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു വഴിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ശരിക്കും അഡ്വഞ്ചർ ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ്, പക്ഷേ ആ തരത്തിലൊന്നും ഒരു വികസനം ഇവിടെ ഇല്ല. പിന്നെ നിലവിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു നടപ്പാത, അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം മുമ്പൊക്കെ നമുക്കിങ്ങോട്ട് വരാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പം ശരിക്കും നടപ്പാതയിൽ കൂടെ നടന്ന് നമുക്കിങ്ങ് വരാം കുറേ ദൂരം. നല്ല ഹൈറ്റ് ആണ്, അതിന്റെ മേളിൽ കയറി സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ വ്യൂ. ഇവിടെയുള്ള എല്ലാ പാറകളെയും ഒരു വെള്ളത്തിന് വരെ കാണാം അവിടെ നിന്ന്. സൂപ്പറാണ് ഇവിടെ. ഈ പാറയിൽ ഇതുവരെ ഞാൻ വന്നപ്പോൾ കയറിയിട്ടില്ല. ഇന്ന് നമ്മൾ വഴി ചോദിച്ചു വന്ന്, ഞാൻ വന്നപ്പോൾ ഇവിടെ വഴിയില്ല. പിന്നെ നമ്മള് അറിയാലോ എൻ്റെ ഒരു ഇതുണ്ട്, ഒരു സ്ഥലത്ത് കയറണമെങ്കിൽ കയറി ഇരിക്കും. ഞാൻ നോക്കി അപ്പോൾ വഴിയുണ്ട്, കയറി. സൂപ്പറാണ്. കയറുന്ന ബുദ്ധിമുട്ടുകൾ, കയറി ഇരുന്ന സൂപ്പറാണ്. നമുക്ക് മേളി ഇരുന്ന് നമ്മൾ മലയുടെ മേളി ഇരുന്ന് എല്ലാം കാണുന്ന പോലെ അപ്പുറത്തെ സൈഡും കാണാം ഇപ്പുറത്തെ സൈഡും കാണാം. സൂപ്പറാണ്. ഇവിടെ അങ്ങനെ മീനൊന്നും ഇപ്പം കാണുന്നില്ല. എൻ്റെ അറിയാവില്ല, എല്ലാ വീഡിയോയിലും വെള്ളമുള്ളടുത്ത് പറയും മീനിൻ്റെ കാര്യം. കാരണം എനിക്ക് മീൻ വളർത്തുന്നതൊക്കെ ഇഷ്ടമാണ്. മീനും എല്ലാ ജീവികളും, എന്ത് ജീവിയായാലും. ഇവിടെ മീനൊന്നും ഇപ്പം കണ്ടില്ല. പാമ്പിനെ കണ്ട് വരണ വഴിക്ക് അവിടെ അച്ഛൻ ഷൂ വയ്ക്കുന്ന കറക്റ്റ് ആ ഏരിയയിലിരുന്ന്. അതൊക്കെ അത് വീട്. പക്ഷേ സ്ഥലം സൂപ്പർ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഇനിയും വരണം ഇവിടെ കുറേ തവണ. ഒരിക്കലൊന്നും ഇതൊക്കെ തീരോ, ഇനിയും കുറേ തവണ വരണം. ഈരാറ്റിൻപുറം എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നെയ്യാറ്റിൻകര ടൗണിൽ നിന്ന് ഏകദേശം 7.5-8 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പം ഞങ്ങളിപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് ശരിക്കും നെയ്യാറ്റിൻകര ടൗണിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെ വന്നിട്ട് പോവാം, അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുത്തെ കാഴ്ചകളിപ്പോൾ നിങ്ങൾ കണ്ടത് തന്നെയാണ്. നെയ്യാർ നദി ഒഴുകി വന്നിട്ട് കുറേ ദൂരം പാറകളുടെ മുകളിൽ കൂടെയൊക്കെ ഒഴുകി അവസാനം ഒരു വെള്ളച്ചാട്ടം പോലെ താഴോട്ട് വീഴും. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു എൻഡിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം വെള്ളം അധികമാണ്. വെള്ളം കുറവായിരുന്നെങ്കിൽ നമുക്ക് അവിടെയും പോയി അതും കാണാമായിരുന്നു. അതുപോലെ റിവർ ക്രോസ് ചെയ്ത് അക്കരയിലും പോകാം. പിന്നെ കുളിക്കാനായിട്ടുള്ള ആ ഒരു സജ്ജീകരണങ്ങളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. കാരണം ഇവിടെ ലോക്കലി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കുളിക്കാൻ വരുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പം ഇറങ്ങി കുളിക്കാം. അത് സേഫാണ്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തെന്നി വീഴുകയോ തല ഇങ്ങനെ പാറയിലിടിച്ച് പൊട്ടുകയൊക്കെ ചെയ്താൽ അത് പ്രയാസമുള്ള കാര്യമാണ്. വേറെന്താ, ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു യാത്രകളാണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.